ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി എന്നിവ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ആ സിറ്റുവേഷൻ അല്ലാത്ത ഹൃദയത്തിന്റെ പേശികൾ ഹൃദയാഘാതം മൂലം വളരെ അധികം വീക്കായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രക്തധമനികളിൽ വളരെ വ്യാപകമായിട്ട് അസുഖം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഹൃദയ ശസ്ത്രക്രിയ കൊണ്ട് പ്രയോജനം കിട്ടാൻ സാധ്യത കുറവുള്ള സമയങ്ങളിൽ, പിന്നെ ഇത് ഈ CP ട്രീറ്റ്മെന്റിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും കഴിഞ്ഞിട്ടും സിംറ്റംസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫുൾ ഒരു സിറ്റുവേഷൻ ഉണ്ട്. 5 കൊല്ലം 6 കൊല്ലം 8 കൊല്ലത്തിനകത്ത് ശ്വാസം മുട്ടലും നെഞ്ചിന് വേദനയൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ പ്രായാധികം മൂലം വളരെ ബാക്കിയുള്ള പ്രമേഹം, ലിവറിന്റെ പ്രോബ്ലംസ് കൊണ്ട് സർജറി ഒട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ രോഗികൾക്കും ഇത് വളരെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് 35 ദിവസം ഒരു സർജറി ഇല്ലാണ്ട്, ഇഞ്ചക്ഷനോ മരുന്നുകളോ കുത്തിവയ്പ്പോ ഒന്നുമില്ലാണ്ട് നമുക്ക് 35 മണിക്കൂർ 35 ദിവസം ഓരോ മണിക്കൂർ വെച്ച് പേഷ്യൻസിന് ട്രീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുകയുണ്ടായി, ഉപകരണങ്ങളൊന്നും ശരീരത്തിനകത്തേക്ക് കടത്തുന്നില്ല, പുറമേ ഉള്ള ഒരു തരം ശക്തിപ്പെടുത്തലാണെന്ന്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിൽ കണ്ട പോലെ ഒരു ബ്ലഡ് പ്രഷർ പമ്പ്, കയ്യിൽ നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ ഒരു കപ്പ് കിട്ടും. അതേപോലത്തെ കപ്സ് നമ്മുടെ കാലുകളിൽ മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ കെട്ടുന്നു. ആ കെട്ടുന്ന കപ്സ് ഹൃദയത്തിന് രക്തം കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൃദയം ഇടുപ്പിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രത്യേക ഒരു ടൈം പീരീഡാണ്, ഡയസ്റ്റോൾ എന്ന് പറയും. ആ ഡയസ്റ്റോളില് കാലിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തു നിന്നും മുകളിലേക്ക് ഹൃദയത്തിലേക്ക് രക്തം ആ കാണുന്ന കപ്പ് വഴി പമ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ഈ പമ്പ് ചെയ്യുമ്പോൾ മുമ്പിൽ തടസ്സമുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വെള്ളം ഒഴുകി പോവാണെങ്കിൽ മുമ്പിൽ തടസ്സമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സൈഡിലേക്ക് ഇത് തിക്കുന്നു. അപ്പൊ ഉപയോഗശൂന്യമായിട്ടുള്ള നാര് പോലുള്ള ഒരുപാട് ചെറിയ വെസലുണ്ട്, കൊളാറ്ററൽസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരു 7-8 കൊല്ലം എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത്, ഇങ്ങനെ ഹൃദ്രോഗം ബ്ലോക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്ത് ഈ ബ്ലോക്ക് ആയിട്ടുള്ള വെസൽസിന് ചുറ്റും ഇത് വളർന്ന് ആ മസിലിലേക്ക്, ആ പേശികളിലേക്ക് രക്തം എത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിന് നാച്ചുറൽ ബൈപ്പാസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു 4 ഇരട്ടി 5 ഇരട്ടി ഫോഴ്സിലാണ് ഇതിനെ അങ്ങോട്ടേക്ക് രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന രക്തക്കുഴലുകൾ നാച്ചുറൽ ബൈപ്പാസ് എന്ന രീതിയിൽ 35 ദിവസം ഓരോ മണിക്കൂർ കൊണ്ട് വളരെയധികം ഡെവലപ്പ് ചെയ്തു. ഒരു 7-8 കൊല്ലം എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ, ഓപ്പറേഷനും പറ്റാത്ത നെഞ്ചിന് വേദന ഉള്ള ഒരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിട്ട്. ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് മാറിക്കൊണ്ടുവരികയാണ്, ഹൃദ്രോഗം ഏറ്റവും കൂടിക്കൊണ്ടുവരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കെ ഈ ചികിത്സാ രീതിക്ക് എത്രത്തോളം പ്രചാരം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്? കേരളത്തിൽ ഇതിപ്പം തുടങ്ങിയത് ഈ തിരുവനന്തപുരത്ത്